മമതയുടെ വിശ്വസ്തർ ഫിർഹാദ് ഹക്കിം വിമതപക്ഷത്തേക്ക് എന്ന് സൂചന. മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയെ പിന്തുണച്ച് ഫിർഹാദ് ഹക്കിം രംഗത്തെത്തി. വിമത നീക്കത്തിനിടെ മമത വിളിച്ച യോഗത്തിൽ പങ്കെടുത്ത 8 MLA-മാരിൽ ഒരാളാണ് ഫിർഹാദ് ഹക്കിം. വിഷ്ണു പ്രസാദ് ഉണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, എന്താണ് ബംഗാളിൽ സംഭവിക്കുന്നത്? മോത്തി, ബംഗാളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക്, അതായത് തൃണമൂലിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. ഫിർഹാദ് ഹക്കീം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഈ മമതാ ബാനർജിയുമായി വളരെ അടുത്ത ബന്ധപ്പെട്ട ഒരാളാണ്. ഇതുവരെയുള്ള ഈ ഒരു സംഭവ വികാസങ്ങൾ നോക്കുകയാണെങ്കിൽ 1000-ലേറെ കൗൺസിലർമാരാണ് വിവിധ കോർപ്പറേഷനുകളിൽ നിന്നും മുനിസിപ്പാലിറ്റികളിൽ നിന്നുമായി ഔദ്യോഗിക പക്ഷം വിട്ട് വിമത ചേരിയിലേക്ക് കൂറുമാറിയിട്ടുള്ളത്. പക്ഷേ ഫിർഹാദ് ഹക്കീമിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം മമതയുമായി വളരെ അടുത്ത ബന്ധമുള്ളയാളാണ്, മമതയുടെ ബന്ധുവാണ്. ഇത്രയും അടുത്ത ബന്ധമുള്ള ഫിർഹാദ് ഹക്കീം വിമത നീക്കത്തെ തുടർന്നാണ് കൊൽക്കത്തയിലെ മേയർ സ്ഥാനം രാജിവെച്ചിരുന്നത്. ആ രാജിവെക്കുന്നതിന് മുൻപ് പോലും മമതാ ബാനർജിയെ നേരിൽ കണ്ട് തന്റെ നിലപാട് വ്യക്തമാക്കിയതിനു ശേഷമായിരുന്നു ഫിർഹാദ് ഹക്കീം മേയർ സ്ഥാനം രാജിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഫിർഹാദ് ഹക്കീമും വിമത ചേരിയിലേക്ക് നീങ്ങുന്നു എന്ന ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കാരണം ഈ ഫിർഹാദ് ഹക്കീം ഏറ്റവും ഒടുവിൽ നടത്തിയ പ്രസ്താവന ബംഗാളിലെ BJP സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയെ പിന്തുണച്ചുകൊണ്ടാണ്. വികസനത്തിനായുള്ള മുഖ്യമന്ത്രിയുടെ ആഹ്വാനത്തെ പിന്തുണയ്ക്കുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നെ ഫിർഹാദ് ഹക്കീം നൽകിയിട്ടുണ്ട്. കൂടുതൽ നേതാക്കൾ, അല്ലെങ്കിൽ പ്രാദേശികമായിട്ടായാലും അല്ലെങ്കിൽ നിയമസഭാ തലത്തിലായാൽ പോലും നേതാക്കൾ കൂടുതൽ വിമത ചേരിയിലേക്ക് മാറുന്നു എന്ന സൂചനയാണ് മമതാ ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞെട്ടലുണ്ടാക്കുന്നത്. മോത്തി, ശരി. ബംഗാളിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ പറ്റിയാണ് വളരെ വിശദമായി വിഷ്ണു പ്രസാദ് പറഞ്ഞത്.